കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ ദുരിതം പേറുന്ന മലയാളികൾ ഒരുമിച്ച് കൈകൾ കോർത്തു. കേരള സമരചരിത്രത്തിൽ പുതു അധ്യായമായി അത് മാറി. ഡിവൈഎഫ്ഐ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെ കേരള ജനത ഏറ്റെടുത്തുവെന്നതാണ് സമരത്തിന്റെ വിജയം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ രാജ്ഭവൻ വരെയുള്ള 651 കിലോമീറ്റർ മനുഷ്യക്കോട്ടയായി മാറി. തെരുവിൽ കേരളം ഒന്നാകുന്ന കാഴ്ച. മരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. തൂക്കുമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി, രക്തസാക്ഷി. കേരളത്തിൽ മറ്റൊരു യുവജന പ്രസ്ഥാനത്തിനും അനുകരിക്കാനാകാത്ത സംഘാടക മികവ്. UDFും BJPയും ഒന്നിക്കുന്ന കേരള വിരുദ്ധ മുന്നണിക്കെതിരെയുള്ള താക്കീതായി സമരം മാറി. നീതി ആയോഗിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സൂചികയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളം അങ്ങനെ ഒരു മാതൃകയായി ലോകത്തിൻ്റെ മുമ്പിൽ ഉയരേണ്ടതില്ല എന്ന നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക ഉപരോധവും നമ്മുടെ വളരെ ശ്രദ്ധേയമായ പദ്ധതികൾക്ക് അനുവാദം നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. 1,07,500 കോടി രൂപ ഇതിനകം ഈ കേരളത്തിൽ നഷ്ടമായിട്ടുണ്ട്. 1,07,500 കോടി രൂപയുടെ നഷ്ടം ഈ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിഞ്ഞ 7.5 കൊല്ലക്കാലം കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് മുമ്പോട്ടേക്ക് വെച്ച മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി മുമ്പോട്ടേക്ക് പോകാനുള്ള ശേഷി ഈ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഡിവൈഎഫ്ഐയും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സാധാരണ ജനങ്ങളും എല്ലാം കേന്ദ്രത്തെ നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും വിദ്യാർത്ഥികളും തൊഴിലാളികളും ബഹുജനങ്ങളും സമരത്തെ ഏറ്റെടുത്തു. തെരുവിൽ കൈകൾ കോർത്തു പിടിച്ചവർ ഒരു മനസ്സാണെന്ന് പ്രഖ്യാപിച്ചു. നമ്മൾ മലയാളികൾ കേരളത്തിനൊപ്പമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. 1987 ആദ്യ മനുഷ്യച്ചങ്ങലയുടെ ഊർജം ഒട്ടും ചോർന്നുപോയില്ല. 20 ലക്ഷം പേർ അണമുറിയാത്ത പ്രവാഹമായി തെരുവിൽ അണിനിരന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന ക്ഷുഭിത യൗവനത്തിന്റെ കരുത്ത് കേരളത്തിനൊപ്പമുണ്ടെന്ന് ഡിവൈഎഫ്ഐ വീണ്ടും തെളിയിച്ചു. മറ്റൊരു യുവജന പ്രസ്ഥാനത്തിനും അവകാശപ്പെടാനാകാത്ത യുവതയുടെ കരുത്ത്. നിർവൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.